7 വർഷം. മീറ്റു മൂവ്മെന്റിന്റെ ഭാഗമായി തമിഴ് ഗാനരചയിതാവ് വൈരമുത്തുവിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചതിന് ചിന്മയി ശ്രീപദേ എന്ന ഗായികയെ തമിഴ് സിനിമ വിലക്കിയിട്ട് 7 വർഷം പിന്നിട്ടു. എന്നാൽ വിലക്കുകൾക്കെല്ലാം അപ്പുറം തമിഴകത്ത് ചിന്മയിയുടെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുകയാണ്. ചിന്മയിയെ തമിഴ് സിനിമയിൽ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യവുമായി വിലക്കിനെതിരെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധമറിയിക്കുന്നത്. മണിരത്നം ചിത്രം തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ചിൽ ചിത്രത്തിലെ മുത്തം വഴി എന്ന ഗാനത്തിന്റെ തമിഴ് വേർഷൻ ചിന്മയി ആലപിച്ചിരുന്നു. തമിഴ് പതിപ്പിൽ ധീ പാടിയ ഗാനം ധീയുടെ അഭാവത്തിൽ ചിന്മയി പാടുകയായിരുന്നു. ചിത്രത്തിന്റെ തെലുഗു ഹിന്ദി പതിപ്പുകളിൽ ഇതേ ഗാനം ചിന്മയിയാണ് പാടിയത്. ഓഡിയോ ലോഞ്ചിലെ മുത്തം വഴിയുടെ ചിന്മയി വേർഷൻ ഒറിജിനലിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. ഇതോടെ ബ്രിങ് ബാക്ക് ചിന്മയി മൂവ്മെന്റ് ട്രെൻഡിംഗ് ആയി. 2018 ഗാനരചയിതാവ് വൈരമുത്തുവിനെതിരെ ട്വിറ്ററിലൂടെ ചിന്മയി മീറ്റു ആരോപണം ഉന്നയിച്ചത്. 2005 വീഴമറ്റമെന്ന സംഗീത പരിപാടിക്കായി സ്വിറ്റ്സർലൻഡിലെത്തിയപ്പോൾ വൈരമുത്തു തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് ചിന്മയി വെളിപ്പെടുത്തിയത്. ഇത് തമിഴ് സംഗീത മേഖലയെ തന്നെ പിടിച്ചുലച്ചിരുന്നു. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം വൈരമുത്തു നിഷേധിച്ചുവെങ്കിലും അദ്ദേഹം കള്ളം പറയുകയാണെന്ന് ചിന്മയി മറുപടിയായി പറഞ്ഞു. സിനിമാ രംഗത്ത് മീറ്റു ആരോപണങ്ങളുമായി രംഗത്ത് വന്ന തുടക്കകാല വ്യക്തികളിൽ ഒരാളാണ് ചിന്മയി. വൈരമുത്തുവിനെതിരെയുള്ള ആരോപണത്തെ തുടർന്നാണ് സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ ചിന്മയിയെ സിനിമയിൽ നിന്ന് വിലക്കുന്നത്. 96 ചിന്മയി അവസാനമായി പാടിയ തമിഴ് ചിത്രം. ഇക്കാലയളവിൽ ഒന്നും കിട്ടാതിരുന്ന പിന്തുണയാണ് ഓഡിയോ ലോഞ്ചിലെ ഒറ്റ ഗാനം കൊണ്ട് ചിന്മയിക്ക് ലഭിച്ചത്. വിലക്ക് ചിന്മയിയുടെ നഷ്ടമല്ലെന്നും മറിച്ച് തമിഴ് സിനിമയുടെ നഷ്ടമാണെന്നുമായിരുന്നു ആരാധകരുടെ അഭിപ്രായം. ചിന്മയി എന്ന പേര് നിങ്ങൾക്ക് റദ്ദ് ചെയ്യാമായിരിക്കും, പക്ഷേ ആ ശബ്ദത്തെ അടക്കി നിർത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ലെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു.